ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്റെ തടി പെണ്ണേ, എന്നും എന്റേത് മാത്രം. ചേച്ചി, ഇതാ പ്ലംബർ ചേട്ടൻ. ഇനി ഞാൻ പൊക്കോട്ടെ? ഇതൊരാശ്രമോ? എവിടെ എന്താ കാര്യം? ആശ്രമത്തില് എന്റെ ഭാര്യക്ക് എന്താ കാര്യം? ഇവിടെ ആരെയും കണ്ടാൽ എന്ത് സംഭവിക്കുന്നറിയോ? ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. താൻ എന്റെ ഭാര്യയാണെന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ദയവ് ചെയ്ത് ഇവിടുന്ന് പോവൂ വരുൺ. ഞാൻ ഇവിടെ നല്ലൊരു ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. എവിടെയെങ്കിലും എന്നെ ഉപദ്രവിക്കായിരുന്നൂടെ? എടോ, ഞാൻ തന്നെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതം കാണിച്ചിട്ടാ, അല്ലാതെ സന്യസിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്കിനി ഒന്നും വേണ്ട. ഞാനിനി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനിനി എന്നും ഇവിടെ തന്നെ ആയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഇനി എനിക്കൊരു മടക്കമില്ല. എങ്കിൽ ഞാനങ്ങ് പോവാം. പക്ഷെ നാളെ നേരം വിളങ്ങുമ്പോ താൻ കണിമംഗലത്തേക്ക് വരേണ്ടി വരും. എന്തിന്? ഇന്ന് താൻ പാടിയ കീർത്തനമില്ലേ, അത് നാളെ കണിമംഗലത്ത് വെച്ച് താൻ പാടേണ്ടി വരും, എന്റെ ശവടക്കിന് മുമ്പ്. എന്തൊക്കെ പറയുന്നേ? ഇനി ഈ നിഷേധം സഹിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും ഇനി എന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ജീവിതത്തിൽ നിന്ന് എന്നെ ഒളിച്ചോടാനാ എന്റെ തീരുമാനം. ഇത് ഭീഷണിയൊന്നുമല്ല, ഇതെന്റെ തീരുമാനമാണ്. സന്യാസിയാവാൻ താൻ തീരുമാനിച്ച പിന്നെ ഒരു നിമിഷം ജീവിക്കണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിക്കും. ശരി? എന്തേ? ചാവുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇതല്ലേ തന്റെ ഉള്ളിലെ സ്നേഹം? ഇതൊന്നും പുറത്ത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ. എന്റെ സ്നേഹത്തിൽ നിന്ന് നിനക്കോ നിന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്കോ ഓടി ഒളിക്കാൻ പറ്റില്ല. അത് ദൈവം ചേർത്ത് വെച്ചതാ. അത് ആരെ കൊണ്ടും പിരിക്കാനും പറ്റില്ല. നീ എന്റെ തടി പെണ്ണേ, എന്നും എന്റേത് മാത്രം. ഹലോ, ഞാൻ യശോദയാ. ആ, എന്താ ഈ നേരത്ത്? ദേവേട്ടൻ ഹോസ്പിറ്റലില്ല. അയ്യോ, എന്തു പറ്റിയേ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഫിദ മാഡത്തിന് അറിയാലോ. ദേവേട്ടൻ തളർന്നു വീണു. അല്പ സീരിയസാ. ദൈവമേ, എന്നിട്ട് എന്താ ഈ വിവരം എന്നെ നേരത്തെ അറിയിക്കാതിരുന്നേ? ചികിത്സയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേനല്ലോ. ഏത് ഹോസ്പിറ്റലിലാ? PK's ഹോസ്പിറ്റലിലാ.
ദേവേട്ടന് രാധിക മോളെ കാണണമെന്നാ പറയുന്നത്. രാധിക മോള് വന്ന ദേവേട്ടന്റെ ടെൻഷന് ആശ്വാസം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവളോട് ഒന്ന് പറയാൻ പറ്റുമോ മാഡത്തിന്? ആ ഞാൻ പറഞ്ഞോളാം. ഞാൻ നാളെ തന്നെ രാധിക മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയും ചെയ്യാം. എങ്കിൽ നന്നായി. അവളോട് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അതിനും രാധിക ഇപ്പോ എൻ്റെ അടുത്തില്ല. എങ്ങോട്ട് പോയി? എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്താ. മനസ്സൊന്ന് സമാധാനപ്പെടട്ടെ എന്ന് കരുതി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അവിടെ കുട്ടികളൊക്കെ ഉണ്ടേ. മോളെ നാളെ കൊണ്ടുവന്നാ മതിയല്ലോ. മതി. അവള് വരുമെന്ന ഒരു വാക്ക് കേട്ടാൽ തന്നെ ദേവേട്ടന് അത് വലിയ ആശ്വാസമായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ചോദിക്കാം. മാനേജ്മെന്റും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാ. വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അത് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തോളാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. മോളെ കൊണ്ടുവന്നാൽ മാത്രം മതി. രാധികയുടെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് എന്റെ കുടുംബം പോലെ തന്നെയാ. മാത്രമല്ല ദേവനാരായണൻ തിരുമേനി എനിക്ക് ഒരുപാട് ആരാധന തോന്നിയ മനുഷ്യനാ. അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സേവനം തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. നന്ദിയുണ്ട് മാഡം. എന്നും ഭഗവാനെ പൂജിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ ഭഗവാൻ അദ്ദേഹത്തെ കാത്തു രക്ഷിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. പുതിയ ചികിത്സാ രീതികളും പിന്നെ നാളെ മോള് വരുന്നതോടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനും ആവും. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. ശരി. എങ്കിൽ ആയിക്കോട്ടെ, നാളെ കാണാം. ശരി. രാധിക മോളുടെ കാര്യം എന്തായി? അവള് വരുമോ? ദേവേട്ടൻ സുഖമില്ലാതെ കിടക്കാണെന്ന് അറിഞ്ഞ അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഫിദ മേഡത്തിനെ വിളിച്ചിരുന്നു. രാധിക മോള് ഫിദ മേഡത്തിന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്താ ഉള്ളത്. രാവിലെ തന്നെ മോളെയും കൂട്ടി വരാന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫിദ മേഡം ദേവേട്ടന്റെ ചികിത്സയുടെ കാര്യം ചോദിച്ചു. മാനേജ്മെന്റിൽ വിളിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്നും പറഞ്ഞു. എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. നാളെ ഫിദാ മേഡം രാധികയും കൂട്ടി വരുമ്പോ വരുണിനോടും കൂടി ഒന്ന് വരാൻ പറയണം. സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്തിയേ പറ്റൂ യശോദ.